ചെറിയതാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടുപേരും രണ്ട് ദിക്കിലേക്ക് നോക്കിയിരിക്കുകയാണ്. ഒരാൾ അങ്ങോട്ടും ഒരാൾ അങ്ങോട്ടും. ഞാൻ ചോദിച്ചു, ഇങ്ങോട്ടോ ഒന്ന് നോക്കി. ഇപ്പോൾ പെണ്ണ് പറഞ്ഞതാണ് എത്തിച്ചത്. അച്ഛനെ നോക്കിയാൽ പാതി കണ്ണിലൂടെ ഇയാളെ കാണാം. അച്ഛൻ നോക്കിയാൽ പാതി കണ്ണിലൂടെ ഇയാളെ കാണും. എനിക്ക് കാണാൻ ഉയർന്ന ഉയർന്ന കാണുന്ന പലപ്പോഴും ചെയ്യുന്നു. അങ്ങനെ എന്തിനെയാണോ വഹിക്കേണ്ടത് അതിനെ നമ്മൾ മാറ്റി നിർത്തുകയും എന്താണോ വഹിക്കേണ്ടത് അതിനെ ചുമക്കുകയും ചെയ്യുന്ന അപാരന്മാരെ പോലെ 12 വാഹകരെ പോലെ നമ്മുടെ ജീവിതവും വ്യർത്ഥമായി പോകാതിരിക്കുവാൻ ക്രിസ്തുവിനെ നമുക്ക് ഹൃദയത്തിൽ ചുമക്കാം. ഒരു നിമിഷം ലൂക്കാസ് സുവിശേഷത്തിൽ കർത്താവ് ചെയ്യുന്നത് നിങ്ങൾ കുരുവിനേക്കാൾ വിലയുള്ളവരല്ലേ. നിങ്ങളുടെ തലമുടിയുടെ പോലും എണ്ണപ്പെട്ടിട്ടില്ലേ? ഈ ലോകത്തിൽ 750 കോടി ജനങ്ങളുള്ളവരുടെ എന്റെ തലമുടി എനിക്ക് മാത്രമാണ് സൂക്ഷിച്ചു പറയുന്നു. എന്റെ ജീവിതം ജീവൻ എത്ര വില നൽകിയിട്ടുണ്ട്. വിലാതെയിൽ പറയുന്നു, ഇനി മുതൽ ഞാനല്ല ക്രിസ്തുവാണ് എന്നെ ജീവിക്കുന്നത്. എന്റെ ചുമതലകൾ ഭാരമുള്ളതാണ്, പക്ഷെ ജീവന് വേണ്ടിയുള്ളതാണെങ്കിൽ, എന്റെ കുടുംബത്തിന്റെ ജീവന് വേണ്ടി, എന്റെ വ്യക്തി ജീവന് വേണ്ടിയുള്ളതാണെങ്കിൽ എത്ര ഭാരവും ഞാൻ ചുമക്കാൻ തയ്യാറാണ്. കാരണം ദൈവം വീരായി എന്റെ കൂടെയുള്ള ദൈവങ്ങളെ സ്വന്തമായി നൽകിയിട്ടുണ്ട്. എന്റെയും നിങ്ങളുടെയും സർവശക്തനും പിതാവുമായ സുഖകരമായ കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കുമാറാകട്ടെ. നമ്മുടെയും അവിടുത്തെ തിരുസഭകളുടെയും നന്മയ്ക്കുമായി അംഗീകാരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവിന്റെ വലിയ വസ്തുക്കളുടെ അർപ്പണത്തോടൊപ്പം വിശ്വാസികളുടെ പ്രാർത്ഥനകളും അങ്ങനെ ഭക്തകൃത്യങ്ങളുടെ അനുഷ്ഠാനങ്ങളും സ്വർഗീയമായി